അപ്പോൾ ഈ വീഡിയോ പറഞ്ഞാൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ എങ്ങനെ പ്രോ പ്ലെയർ ആവാം അല്ലെങ്കിൽ റിച്ച് പ്ലെയർ ആവാന്നുള്ള വീഡിയോൻ്റെ 4ാം പാർട്ടാണിത്. അപ്പോൾ ഈ കാറ് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് മോഡിഫൈഡ് ചെയ്തതാണ്. ഇത് രസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇതിൻ്റെ ഡിസൈനൊന്ന് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാറുകളൊക്കെ ഒന്ന് സെല്ല് ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ഒരു കാറ് സെല്ല് ചെയ്യണം. അത് പൈസ മാക്സ് ആക്കാനുള്ളതല്ലേ. അത് വേൾഡ് സെല്ലിൽ സെല്ല് ചെയ്യണില്ല. അതിലാണെന്ന് വെച്ചാൽ വർക്കിംഗ് അല്ലല്ലോ. അപ്പോൾ റാൻഡായിട്ട് സെല്ല് ചെയ്യാണ്. അപ്പോൾ ഈ സൂപ്പറാണ് സെല്ല് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സെർവർ എടുത്താൽ മതി. ഞാൻ ഇവിടെ ഇന്ത്യ സെർവറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവർ എടുക്കുക. പെട്ടെന്നൊരു മാപ്പിൽ ഏതെങ്കിലുമൊക്കെ ഒരു മാപ്പിൽ കയറുക. അപ്പോൾ ഞാൻ ഇന്ത്യ സെർവർ എടുത്തിട്ട് ഫസ്റ്റ് സിറ്റിയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് സ്പീഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനെ കണ്ടത്. ഇവൻ പറഞ്ഞു ഇന്ത്യ സെർവറിൽ സെല്ല് ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു ഏത് സെർവറിൽ സെല്ല് ചെയ്താലാണ് സെല്ല് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓന് മറുപടി ആയിട്ട് തന്നത് ഇംഗ്ലീഷ് അതേപോലെ റഷ്യനാണ് എന്നാണ് തോന്നുന്നത്. അതെ, ഇംഗ്ലീഷും റഷ്യയും ഈ 2 സെർവറിൽ പോയാൽ പെട്ടെന്ന് ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ താങ്ക്സും ഒക്കെ വിട്ടിട്ട് പെട്ടെന്ന് ആ സെർവർക്കൊന്ന് പോയി ഇതാക്കാം. ഇന്ത്യ സെർവറിൽ ഇത്ര നേരം ഇതാക്കിയിട്ടും ആരും ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ റഷ്യൻ സെർവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ബാക്ക് അടിച്ചു. അപ്പോൾ റഷ്യൻ സെർവർ കയറിയിട്ട് അവിടെ പോയിട്ട് സെല്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് സെല്ല് ചെയ്യുന്നിടത്തേക്ക് ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് സ്പീഡിൽ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇടാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇവിടെ ഒന്ന് നമുക്ക് സെല്ല് ചെയ്യണം. ഈ വണ്ടിയൊക്കെ കൺട്രോൾ കിട്ടണില്ല. അതാണ് ഒന്നാമതുള്ള പ്രശ്നം. അപ്പോൾ പെട്ടെന്നൊന്ന് ഒരു കോടിക്ക് ഇടുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് പൈസ കൂട്ടാലോ. അപ്പോൾ 1 കോടിക്ക് ഇട്ടു നല്ല ടേസ്റ്റ്. ആ സ്പോട്ടിൽ തന്നെ ഒരുത്തനെ വാങ്ങി. നമ്മൾ സെല്ല് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ഒരുത്തൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ കാറ് നമുക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ ഇത് സെല്ല് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് മോഡിഫൈഡ് ചെയ്യണ്ടേ, ഒന്ന് കുറച്ച് പവറാക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂടും. അപ്പോൾ ലെങ്ത്ത് പരമാവധി ഷോർട്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് രസമില്ലാന്ന് എനിക്കും അറിയാം. അപ്പോൾ ഇതൊന്ന് പോയോക്കാം. ഇതിൽ ഞാൻ കുറേ ഇട്ട് നോക്കി. എനിക്കറിയില്ല ഏതൊക്കെ സെർവറിൽ കയറി നോക്കി, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് വിചാരിച്ചു ഇതിൻ്റെ ഈ ഡിസൈനൊന്ന് മാറ്റാണ്, ഈ കളർ തീമൊക്കെ ഒന്ന് മാറ്റാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് അതും സെറ്റാകണം. ഇതിൽ ചെയ്യുന്നതും നമ്മളെ പഴയ ഉഡായിപ്പ് പരിപാടി തന്നെയാണ്. ആ മറ്റേ ബ്ലഡ് തെറിക്കണ ഇതുപോലെ തീം പോലെ ആക്കിയിട്ട് ആ സെറ്റപ്പ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് സ്കിപ്പാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് ഒന്ന് കൂടും. അപ്പോൾ ഞാനിവിടെ മഞ്ഞ കളറിന് കൊടുക്കുന്നത്. ഇതും വലിയ മേനല്ലാന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഇത് മതി, ആൾക്കാർ വാങ്ങാനല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. രസം ഉണ്ടോ ചോദിച്ചാൽ രസമുണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇതാണ് സെല്ല് ചെയ്യേണ്ടത്. ഏതോത്തൊരു സെർവർ കയറി അപ്പോഴാണ് ഫെറാറിൻ്റെ ന്യൂ മോഡൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്ന പുതിയ ഫെറാറി അതിലുണ്ട് എന്ന് കണ്ട്. അതും ആകെ 10 ലക്ഷത്തിന്. അപ്പോൾ എന്താണെന്ന് ഒന്നും നോക്കിയില്ല, സാധനം വാങ്ങി. കാരണം ഇത് പ്രീമിയം വണ്ടിയല്ലേ. അപ്പോൾ കിട്ടിയാൽ പൊളിവല്ലേ. അതും ആകെ 10 ലക്ഷത്തിനാണ് കിട്ടിയത്. അതും ഇതിൻ്റെ ബോഡി പാർട്ടുകളൊക്കെ മറ്റേ പ്രീമിയം ബോഡി പാർട്ടുകളാണ് അതിലിട്ടത്. മറ്റേ റാങ്ക് കിങ് ഇല്ലേ, അതായാൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഇതാക്കാൻ പറ്റുക. ഞാൻ കയറിയപ്പോഴേക്കില്ല അതിൻ്റെ മുതലാളി ബാക്കടിച്ച് പോയി. അപ്പോൾ ഇതും നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇത് ഞാൻ റെഡ് കളർ കൊടുത്തിട്ട് അതാണ് വിചാരിച്ചത്, റെഡ് കളറ്. പക്ഷേ ഞാൻ അതിൻ്റെ തീം ഇപ്പം മാറ്റുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് മോഡിഫൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഫെറാറിയുടെ ഫൈനൽ ലുക്ക്. ഫെറാറിനെ ഏണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഈ കാറ് സെല്ല് ചെയ്യണം. നേരത്തെ മോഡിഫൈഡ് ചെയ്ത് വെച്ചല്ലേ. അപ്പോൾ ഞാനിത് സെല്ല് ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ സെർവറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെർവർ കൊടുക്കാം. ഞാൻ ഇതിൽ പുതിയ മാപ്പ് എടുത്തു. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഇപ്പം കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. കാരണം പുതിയ മാപ്പ് എടുത്തപ്പോൾ വന്നതാണെന്ന് വെച്ചാൽ സിറ്റി എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു പോയപ്പോഴാണ് ഒരുത്തെ മറ്റേ കാറ് പറഞ്ഞാൽ അതിൻ്റെ പേരറിയില്ല കേട്ടോ. അതാണ് മറ്റേ കാറ് പറഞ്ഞത്. അത് വിൽക്കാട്ടുന്നു. അതപ്പോൾ അതൊന്ന് നോക്കിയപ്പോഴേക്കും
നമ്മളെ കാറ് 1 കോടിക്ക് സെല്ലായിട്ടുണ്ട്. സെല്ലല്ല കേട്ടോ, സോൾഡ് ആയിട്ടുണ്ട്. സെല്ല് എന്നാണ് പറയുന്നത്, അത് സോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബാക്ക് അടിച്ചു. അപ്പോൾ നമ്മളെ പൈസ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ നേരത്തെ 1 കോടി എത്ര ഉണ്ടായത് ഇപ്പോൾ 3 ആയി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അടുത്ത പാർട്ടിൽ കാണാം. എനിക്ക് കുറച്ച് കാറുകൾ കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പ്രീമിയം കാറൊന്നുമല്ല, ലോക്കൽ കാറുകളാണ്. അതും അധികം വിലയില്ലാതെ. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ ആൾക്കാർക്ക് ഫ്രീ ആയി കൊടുക്കണോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ ശരി.